PSC. അപ്പോൾ നമുക്ക് LDC സിലബസും ഒക്കെ വന്നിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം കേരള PSC ചോദിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന മത്സര പരീക്ഷകളിൽ ഉറപ്പായും കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില പ്രധാനപ്പെട്ട 2023 കറണ്ട് അഫയർ ഫാക്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇതിന് മുന്നേയും കറണ്ട് അഫയർ ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആയത് നിങ്ങൾക്ക് ആപ്പിനുള്ളിലും യൂട്യൂബിലും ലഭ്യമാണ്. ഈ പറയുന്ന ക്ലാസ്സിന്റെ നോട്ട് ആരും എഴുതിയെടുക്കേണ്ട, എല്ലാം തന്നെ നമ്മുടെ ആപ്പിനുള്ളിലും അതുപോലെ എംഫേവർ കേരള PSC എന്ന ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് സെർച്ച് ചെയ്താൽ മതി എംഫേവർ കേരള PSC എന്ന്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം ശ്രദ്ധിക്കാം. കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിലെ മുതുകാട് എന്ന സ്ഥലത്താണ് ഈ പറയുന്ന ടൈഗർ സഫാരി പാർക്ക് വരുന്നത്. ഇവിടെ നെയ്യാറിൽ ലയൺ സഫാരി പാർക്ക് എന്ന് പറയുന്നത് പോലെ ഇനി വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ടൈഗറിന്റെ വരവും പോക്കും എല്ലാം കാണാൻ സാധിക്കുന്ന ഒരു സഫാരി പാർക്കാണ് കോഴിക്കോട് ജില്ലയിൽ വരാൻ പോകുന്നത്. ശരിക്കും ഇത് കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂരിൽ വരുത്തണമെന്നായിരുന്നു സർക്കാരിന്റെ ആഗ്രഹം. അന്തിമമായിട്ട് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിലെ മുതുകാടിലാണ് ഇപ്പോൾ ടൈഗർ സഫാരി നിലവിൽ വരാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ ടൈഗർ റിസർവുകളുടെ എണ്ണം, അല്ലെ? അതായത് കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം വന്നിട്ട് 54 2023 തന്നെ 54ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രത്തെ പ്രഖ്യാപിച്ചു. അഥവാ 54th ടൈഗർ റിസർവ്. അതെവിടെയാ സ്ഥിതി ചെയ്യുന്നത്? വെരി ഇമ്പോർട്ടന്റ്. വീരാങ്കണ ദുർഗാവതി ടൈഗർ റിസർവ്, മധ്യപ്രദേശ്. ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവ് അഥവാ കടുവ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ വീരാങ്കണ ദുർഗാവതി ടൈഗർ റിസർവ് ആണ്. അവിടുന്ന് നമുക്ക് ഒരു പോയിന്റും കൂടെ ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 2022 മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് പുരസ്കാരം നേടിയത്. ഉത്തരം പെരിന്തൽമണ്ണയാണ്, അല്ലെ? മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് കേരളത്തിൽ 2022 ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ലഭിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം അതിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കണം. ഇതുപോലുള്ള ചോദ്യങ്ങൾ കയറി വരുമ്പോഴാണ് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കാതെ പോകുന്നതും. റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഇത്തരത്തിലാണ് കഴിഞ്ഞ LDC പരീക്ഷകളിൽ വന്നിട്ടുള്ളത്. ബ്രസീലിൽ ഫാലോ വിച്നസ് റാപ്പിഡ്സ് ഇനത്തിലെ ദിനോസറിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയ നഗരം. ഓക്കെ, അതായത് ശാസ്ത്രജ്ഞർ പുതിയ ഒരു ഇനം ദിനോസറിന്റെ കാൽപ്പാടുകളാണ് ബ്രസീലിൽ 2023 കണ്ടെത്തിയത്. അത് ഏതാണ് ആ സ്ഥലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലിലെ ഒരു പഴയ നഗരം കൂടിയാണ്. അറാരാക്വറ എന്ന് പറയും. ഓക്കെ, അറാരാക്വറ. ഓക്കെ, അപ്പോ ബ്രസീലിൽ ഏത് ഇനം ദിനോസർ ആണ് എന്നുള്ളത് നോക്കിക്കോണം. ഫാലോവിച്നസ് റാപ്പിഡസ്. ഓക്കെ, കണ്ടെത്തിയിരിക്കുന്നത് അറാരാക്വറ. അടുത്ത ചോദ്യം. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഒതാനി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു BR അംബേദ്കറിന്റെ, ഇന്ത്യക്ക് പുറത്ത് BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അമേരിക്കയിലാണ്, അമേരിക്കയിലെ മേരിലാൻഡിലാണ് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിമ ഇപ്പോ എവിടെ? ജപ്പാനിലെ ഒട്ടാനി യൂണിവേഴ്സിറ്റിയിൽ അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 പോയിന്റ് അവിടെ നിന്ന് വന്നു. ഇനി ലോകത്തെ ആദ്യ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇപ്പോഴത്തെ സ്ഥിരം ചോദ്യം അല്ലെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം, അല്ലെ? അപ്പോ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് മനുഷ്യനിർമ്മിത ബുദ്ധി, അതാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പൽ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മെയ്ഫ്ലവർ 400. ഓക്കെ, മെയ്ഫ്ലവർ 400 എന്ന കപ്പലാണ്. 36 ലക്ഷം വർഷം പഴക്കമുള്ള
മോവ പക്ഷികളുടെ, അപ്പോ ഈ പറയുന്ന പുതിയ ഇനം ഡിനോസറിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് ബ്രസീലിലെ അരാറാക്വര എന്ന് പറയുന്ന നഗരത്തിലാണ് എന്നുണ്ടെങ്കിൽ 36 ലക്ഷം വർഷം പഴക്കമുള്ള മോവ പക്ഷികളുടെ കാൽപ്പാടുകൾ 2023 കണ്ടെത്തിയത് ന്യൂസിലാൻഡിലാണ്. 2023 കേരള സർക്കാർ നൽകുന്ന മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാരം നേടിയത് ലോങ് ജമ്പ് താരമായ എം ശ്രീശങ്കർ ആണ്. ഓക്കെ, അപ്പോ ഏറ്റവും മികച്ച കായിക താരത്തിന് നൽകപ്പെടുന്ന ഒരു കേരള സർക്കാർ പുരസ്കാരമാണ് ജിമ്മി ജോർജ് പുരസ്കാരം. അത് ലഭിച്ചത് ലോങ് ജമ്പ് താരമായ എം ശ്രീശങ്കർ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. IPL ക്രിക്കറ്റ് ലേലത്തിൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുകയായ 24.75 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയ താരം. ഉത്തരം ഓസ്ട്രേലിയൻ താരമായ മിച്ചൽ സ്റ്റാർക്കാണ്, അല്ലെ? ഓസ്ട്രേലിയയുടെ ബൗളറായ മിച്ചൽ സ്റ്റാർക്കാണ്. IPL വിജയിക്കുന്ന ടീമിന് 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം എന്നിരിക്കെ ഒരു IPL താരത്തിന് താരലേലത്തിൽ ലഭിച്ച തുക 24.25 കോടി രൂപയാണ്. മിച്ചൽ സ്റ്റാർക്ക് എവിടെ? ഓസ്ട്രേലിയ. 2024 നടക്കാൻ പോകുന്നത് എത്രാമത്തെ IPL ആണ്? ആർക്കെങ്കിലും അറിയാവോ? 2024 നടക്കുന്നത് IPLന്റെ 17ാമത് എഡിഷൻ ആണ് കേട്ടോ. IPLന്റെ 17ാമത് എഡിഷൻ ആണ്. 16ാമത് എഡിഷൻ 2023 നടന്നു. IPL 2023 ജേതാക്കൾ എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അവർ ഫൈനലിൽ ആരെ തോൽപ്പിച്ചു? ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചു. ഓക്കെ, അപ്പോ ചെന്നൈ സൂപ്പർ കിങ്സ് ഇതോടുകൂടി അവരുടെ 5ാമത്തെ കിരീടമാക്കി മാറ്റി. അപ്പോ ഇവിടുന്ന് നമുക്ക് 2 ഫാക്റ്റുകൾ പഠിക്കാൻ സാധിച്ചു. അടുത്ത ചോദ്യം. സംസ്ഥാനത്തെ മന്ത്രിമാർ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സന്ദർശിച്ച് ജനങ്ങളെ നേരിൽ കാണുന്ന പരിപാടിയുടെ പേരാണ് നവകേരള സദസ്. സംശയം വേണ്ട, ആർക്കും ഉത്തരം പറയാൻ പറ്റും. പക്ഷെ എവിടുന്ന് എന്ന് ആരംഭിച്ചു? നവംബർ 18 കാസർഗോഡുള്ള മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച് ഡിസംബർ 23 തിരുവനന്തപുരത്ത് അവസാനിച്ചു. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ അവസാനിച്ചു. 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുന്ന രാജ്യം. എന്താണ് ഗ്രീൻ ടാക്സ് എന്ന് പറയുന്നത്? അതായത് പൊല്യൂഷൻ അല്ലെങ്കിൽ മാലിന്യത്തിന് ഇടവരുത്തുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന ഒരു നികുതിയാണ് ഗ്രീൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2025 മുതൽ വിമാനയാത്രികർക്ക് മേൽ ഒരു രാജ്യം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. ഉത്തരം ഡെൻമാർക്ക്. ഗൂഗിൾ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ചാറ്റ് GPT എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ലെ? എന്താണ് ചാറ്റ് GPT എന്ന് പറയുന്നത്? ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ ഒരു ചാറ്റ് ബോട്ടാണ്. ഓക്കെ, അതായത് അതൊരു കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കിപ്പോ കമ്പ്യൂട്ടറിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിച്ചറിയണമെങ്കിൽ ചാറ്റ് GPT വഴി സാധിക്കും. കാരണം ഒരു മനുഷ്യനെ പോലെ തന്നെ അവര് ആ രീതിയിൽ ഒരു എന്താ പറയാ ഒരു മിമിക്ക് കാണിച്ചുകൊണ്ട് മനുഷ്യൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്നും എങ്ങനെയാണോ ഉത്തരങ്ങൾ പുറപ്പെടുവിക്കുന്നത് അതേ രീതിയിൽ ടെക്സ്റ്റും വോയിസും നമുക്ക് തിരിച്ചിങ്ങോട്ട് തരാൻ കഴിവുള്ള ചാറ്റ് ബോട്ടുകളാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. 2022 നവംബറിൽ അമേരിക്കൻ കമ്പനിയായ ഓപ്പൺ AI ആണ് ചാറ്റ് ബോട്ട് നിർമ്മിച്ചെടുത്തത്. അതിനുശേഷം ഇന്നിപ്പോഴും ചാറ്റ് ബോട്ടായ ചാറ്റ് GPT ഇപ്പോഴും ട്രെൻഡിങ് ആണ്. ഈ ചാറ്റ് GPTക്ക് ബദലായിട്ടാണ് ഗൂഗിൾ ഇപ്പോൾ പുതിയ ചാറ്റ് ബോട്ടുമായിട്ട് വന്നിട്ടുള്ളത്. ഉത്തരം ജെമിനി. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടി ക്ലൈമറ്റ് സമ്മിറ്റ് അതിനെ മറ്റൊരു പേരിലും നമ്മൾ വിളിക്കുന്നുണ്ട് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 28 കേട്ടോ. അതായത് 28ാമത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അതായത് ഈ പറയുന്ന ഈ കാലാവസ്ഥ ഉച്ചകോടിയിലെ അംഗരാജ്യങ്ങൾ പങ്കെടുക്കുമ്പോൾ അതിനെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നു. എത്രാമത്തെ എഡിഷൻ എന്നുള്ളതാണ് 28 കാണിക്കുന്നത്. അപ്പോൾ 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായത് അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 28ന്റെ വേദി
എന്താണ്? ദുബായ് ആണ്. ദുബായ്. ഈജിപ്തിൽ 3ാം തവണയും അധികാരത്തിൽ വന്നു ആര്? ഈജിപ്ത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ്, പ്രധാനപ്പെട്ട ആഫ്രിക്കൻ രാജ്യമാണ്. അവിടെ 3ാം തവണ അധികാരത്തിൽ വന്നിരിക്കുന്നത് അബ്ദുൽ ഫത്താഹ് അൽ സീസി. അബ്ദുൽ ഫത്താഹ് അൽ സീസി ഇടയ്ക്ക് ഇന്ത്യയിലേക്കൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച പേരാണ്. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷൻ, അത് തിരുവനന്തപുരത്തുകാർക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും വാർത്തകൾ കാണുന്നുണ്ടായിരിക്കും. എന്നും രാത്രി അടിയാണ്, പോലീസുകാർ നോക്കുകുത്തികളാണ്. ഓക്കെ, അപ്പൊ എന്ന് രാത്രി അടികൂടുന്ന ഈ പറയുന്ന പ്രദേശത്ത് ഇപ്പോ ഭയങ്കരമായ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നു, ബട്ട് അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരം വാർത്തയാണ്, എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരത്തെ മാനവീയം വീതിയാണ് ആദ്യത്തെ നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷൻ. ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു വെഡിങ് ഡെസ്റ്റിനേഷനും ഉണ്ട്, അതും പഠിച്ചു വയ്ക്കുക. ശംഖുമുഖം. അപ്പോൾ 2 ഫാക്ടുകളായി. കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്ന പത്തനംതിട്ടയിലെ ഗ്രാമം കഥകളി ഗ്രാമം, കഥകളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും പത്തനംതിട്ട ജില്ലയിലെ ഒരു ഗ്രാമം, അത് ഐരൂർ ഗ്രാമമാണ് കഥകളി ഗ്രാമം എന്ന് അറിയപ്പെടുന്നത്. വാമൻ വൃക്ഷ കല എന്ന പുസ്തകം, എന്താണ്? വാമൻ വൃക്ഷ കല എന്ന പുതിയ ഒരു പുസ്തകം രചിച്ചു. ആര്? ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം PS ശ്രീധരൻ പിള്ള എന്ന ഉത്തരം കൊടുക്കുമ്പോൾ അദ്ദേഹം നിലവിൽ ആരാണ്? ഗോവയുടെ ഗവർണറാണ്. അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകം രചിച്ചു. ആരാ മുൻ പ്രതിപക്ഷ നേതാവ്? രമേശ് ചെന്നിത്തല. അപ്പൊ അവിടെ നിന്ന് നമുക്ക് 2 ഫാക്ടുകൾ കിട്ടിയിട്ടുണ്ട്. കേരള ലോട്ടറി വകുപ്പിന്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം നിങ്ങൾ എല്ലാവരും വാർത്തയിൽ കണ്ടു കാണും, പുൽച്ചാടി. കേരള ലോട്ടറി വകുപ്പ്. അപ്പോൾ കേരള PSC അല്ലെങ്കിൽ LDC പോലുള്ള പരീക്ഷകളിൽ ഒട്ടനവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ ലോട്ടറി വകുപ്പ് രൂപം കൊണ്ട വർഷം, അല്ലെ? എന്നാണ് കേരള ലോട്ടറി വകുപ്പ് രൂപം കൊണ്ട വർഷം? 1967 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ലോട്ടറി വകുപ്പൊക്കെ രൂപം കൊണ്ടത്. കേരളത്തിലാണ് ആദ്യമായിട്ട് ഒരു ലോട്ടറി വകുപ്പ് തന്നെ രൂപം കൊള്ളുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നിന്നും കിട്ടി 2 ഫാക്ടുകൾ. ഇനി 2023 R ശങ്കർ പുരസ്കാര ജേതാവ്. R ശങ്കർ ആദ്യത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുമുള്ള ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ്. R ശങ്കർ അന്തരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പേര് നൽകുന്ന പുരസ്കാരം മരണാനന്തര പുരസ്കാരമായിട്ട് പോസ്റ്റ്മസ്ലി ആർക്ക് ലഭിച്ചു? അന്തരിച്ചുപോയ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചു. കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി, ശ്രദ്ധിക്കണം, കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോടുള്ള കുറ്റിക്കാട്ടൂർ. കോഴിക്കോട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിലെ മുതുകാടിൽ ആദ്യ ടൈഗർ സഫാരി പാർക്ക് വരികയാണ്. 2023 നടന്ന 61ാമത് സ്കൂൾ കലോത്സവ വേദി, വെരി ഇമ്പോർട്ടന്റ് ആണ്. 2023 എപ്പോഴും സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് ജനുവരി മാസത്തിൽ ആദ്യ ആഴ്ചയിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ജനുവരി 3 3 4 കൊല്ലം ജില്ലയിൽ 2024 സ്കൂൾ കലോത്സവം നടക്കാൻ പോവുകയാണ്, അല്ലെ? അപ്പോ 2023 നടന്നത് 61ാമത് സ്കൂൾ കലോത്സവം നടന്നിരിക്കുന്നത് കോഴിക്കോട്. ജേതാക്കളും അവർ തന്നെയാണ്. എന്നാൽ 2024 നടക്കുന്ന 62ാമത് സ്കൂൾ കലോത്സവം ഇപ്പോ ആരംഭിക്കുന്നു കൊല്ലം ജില്ലയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് അതോറിറ്റിയുടെ പുരസ്കാരം നേടിയത് തിരുവനന്തപുരത്തുകാരിയാണ്, ഒരു മുത്തശ്ശിയാണ്, പരപ്പിയമ്മ. അതായത് ഏകദേശം 30 വർഷത്തോളമായിട്ട് മക്കൾ വളർത്തി എന്ന പേരിലുള്ള കൈതച്ചക്ക അവര് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉന്നത പുരസ്കാരം അവരിലേക്ക് ഈ ഒരു പ്രായത്തിലും എത്തിച്ചേർന്നത്. പരപ്പിയമ്മ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കലാപബാധിതമായ ആഫ്രിക്കയിലെ ദക്ഷിണ സുഡാനിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗമാകുന്ന മലയാളി, അതും വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് വനിതകൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കെ പ്രീത. കേരളം പശ്ചാത്തലമാക്കി എബ്രഹാം വർഗീസ് രചിച്ച പുസ്തകം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇദ്ദേഹം അമേരിക്കൻ മലയാളി നോവലിസ്റ്റ് ആണ്. ഓക്കെ, അമേരിക്കൻ മലയാളി നോവലിസ്റ്റ് ആണ്. അമേരിക്കയിലാണ്, പക്ഷെ മലയാളി കൂടിയാണ്. എബ്രഹാം വർഗീസ്
ഉത്തരം ദി കവനന്റ് ഓഫ് വാട്ടർ. ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ജല ഉടമ്പടി എന്നാണ് അർത്ഥം. അപ്പൊ ഇത് എന്താണ്? കേരളത്തെ പശ്ചാത്തലമാക്കുമ്പോൾ കേരളത്തിന്റെ എന്തിനെയാണ് പശ്ചാത്തലമാക്കിയിരിക്കുന്നത്? കേരളത്തിലെ പ്രളയത്തെയാണ് അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. കുറച്ച് നാൾക്ക് മുന്നേ നമ്മൾ കണ്ടു, ഓസ്കാറിലേക്കുള്ള ഔദ്യോഗിക പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് 2018 എന്ന് പറയുന്ന മലയാള സിനിമ. അപ്പോൾ അവിടുന്ന് നമുക്ക് ഒരു ഫാക്ട് കൂടി കിട്ടി. പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന മലയാള സിനിമ 2018 അല്ലെ 200 കോടി രൂപയിലധികം പിടിച്ചെടുത്തു. അപ്പോ ആ ഒരു പ്രളയത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എബ്രഹാം വർഗീസ് രചിച്ച പുസ്തകമാണ് കവനന്റ് ഓഫ് വാട്ടർ, ജല ഉടമ്പടി എന്നുള്ളത്. 2023 സുപ്രീം കോടതി ജഡ്ജിയായിട്ട് ചുമതലയേറ്റ മലയാളി, അതും ഓർത്തിരിക്കണം, KV വിശ്വനാഥൻ. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എല്ലാവർക്കും അറിയാം, DY ചന്ദ്രചൂഡാണ്. ഇനി 2023 അറബിക്കടലിൽ, ഇത് ശ്രദ്ധിക്കണം, അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് 2023 ജൂണിൽ. ഉത്തരം ബിപോർ ജോയ്. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ സമുദ്രത്തിന്റെ രണ്ട് പ്രധാന ഭാഗങ്ങളാണ്. ഒന്ന് അറബിക്കടലും ഇടതുപക്ഷത്തും വലതുപക്ഷത്ത് ബേ ഓഫ് ബംഗാൾ അല്ല ബംഗാൾ ഉൾക്കടൽ. ഇപ്പോ അറബിക്കടലിൽ സംഭവിച്ച ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ബാധിച്ചത് ഗുജറാത്തിനെയാണ്. വൻ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കി. ബിപോർ ജോയ് എന്നാണ് ആ ചുഴലിക്കാറ്റിനെ വിളിച്ചത്. ബിപോർ ജോയ് എന്ന പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. ബിപോർ ജോയ് എന്ന പേരിന് അർത്ഥം ദുരന്തം എന്നാണ്. ഓക്കെ, അപ്പോ അതിനു മുന്നേ മറ്റൊരു ചുഴലിക്കാറ്റിനെ കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ബംഗാൾ ഉൾക്കടലിൽ തൊട്ടിപ്പുറത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഒരു ചുഴലിക്കാറ്റുണ്ട്. ആ ചുഴലിക്കാറ്റിന്റെ പേരാണ് മോക്ക ചുഴലിക്കാറ്റ്. നമ്മൾ കഫേ കോഫി ഡേയിലോ അല്ലെങ്കിൽ സ്റ്റാർബക്സിലോ അല്ലെങ്കിൽ സാധാരണ ഒരു കടയിൽ പോയാലും അവിടെ മോക്ക എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ പ്രൊനൗൺസ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കാം, മോച്ച എന്നൊക്കെ നമ്മൾ ചിലപ്പോ പ്രൊനൗൺസ് ചെയ്യുന്നതിരിക്കാം. മോക്ക എന്നുള്ളതാണ് പ്രൊനൗൺസിയേഷൻ, കഫേ മോക്ക അല്ലെ. അപ്പോ മോക്ക ചുഴലിക്കാറ്റ് എവിടെ സംഭവിച്ചു? ഇതിനൊക്കെ മുന്നേ ആയിട്ടോ ബംഗാൾ ഉൾക്കടലിൽ സംഭവിച്ചു. ആ മോക്ക ചുഴലിക്കാറ്റും ഇന്ത്യയെ ബാധിച്ചു. മോക്ക ചുഴലിക്കാറ്റ്, മോക്ക എന്ന പേര് നൽകിയ രാജ്യം ഏതാണ്? യമൻ എന്ന രാജ്യമാണ്. എന്താണ് മോക്ക കൊണ്ടുള്ള അർത്ഥം? മറ്റൊന്നുമല്ല, യമൻ എന്ന് പറയുന്നത് ചെങ്കടലുമായി ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് അല്ലെ, ഒരു അറബി രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. ചെങ്കടലുമായിട്ട്, റെഡ് സീയുമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു പോർട്ട് സിറ്റിയാണ് ഈ പറയുന്ന ചെങ്കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന മോക്ക. മോക്ക ഈസ് ഫേമസ് ഫോർ കോഫി പ്രൊഡക്ഷൻ ഫേമസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പേര് മോക്ക എന്നുള്ള ചുഴലിക്കാറ്റിന് യമൻ ആ പേര് തന്നെ കൊടുത്തു. ഓക്കെ, അപ്പോ മോക്ക ചുഴലിക്കാറ്റ് ഒന്ന് പഠിച്ചു വെച്ചോളണം. 2023 100ാമത് വാർഷികം ആഘോഷിച്ച കേന്ദ്ര സർക്കാർ സ്ഥാപനം ന്യൂഡൽഹിയാണ്. ആസ്ഥാനം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. ഓക്കെ, സോ ഇൻഫർമേഷനും മറ്റുമെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം കൂടിയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. 2023 ഇന്ത്യയുമായിട്ട് കുടിയേറ്റ ഉടമ്പടി ഒപ്പുവെച്ച രാജ്യം ഓസ്ട്രേലിയയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏറ്റവും പ്രധാനമാണ് വകുപ്പ് 124A, അതായത് സെഡിഷൻ അഥവാ രാജ്യദ്രോഹ കുറ്റം നിർത്തലാക്കാൻ കേന്ദ്രത്തോട് ശുപാർശ ചെയ്തത് ദേശീയ നിയമ കമ്മീഷനാണ്, നാഷണൽ ലോ കമ്മീഷനാണ്. അത് ചോദിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനം നിയമ കമ്മീഷൻ. ഇന്ത്യയിൽ ലോ കമ്മീഷൻസ് ഉണ്ട്. നിലവിൽ എത്രാമത്തെ ലോ കമ്മീഷൻ അഥവാ നിയമ കമ്മീഷനാണ് ഇന്ത്യയിലുള്ളത്? ശ്രദ്ധിച്ചോളണം, 22ാമത് നിയമ കമ്മീഷന് 3 വർഷത്തെ കാലാവധിയാണ്. 2020 ഈ പറയുന്ന 22ാമത് നിയമ കമ്മീഷനെ കേന്ദ്രം നിയമിക്കുന്നത്. 2023 അവരുടെ കാലാവധി അവസാനിക്കേണ്ടതാണ്. പക്ഷേ 2023 ഒരു വാർത്ത ഞാൻ കണ്ടു, 2024 പകുതിയോടുകൂടി അവരുടെ കാലാവധി വീണ്ടും നീട്ടി നൽകി എന്നുള്ളത്. അപ്പോ 22ാമത് അല്ലെങ്കിൽ നിലവിൽ ഉള്ള ഇന്ത്യയിലെ ലോ കമ്മീഷൻ അഥവാ നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുക്കണം. എന്ത്? ഋതുരാജ് അവസ്ഥി. എന്താണ്?
ഋതു രാജ് അവസ്ഥി. ആ പേരും കൂടി അവിടെ സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ അവിടെ നിന്നും 2 ഫാക്ട് പിടിച്ചെടുത്തു. ഇനി 2023 രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യ പുരസ്കാരം, പ്രധാനപ്പെട്ട ഒരു സാഹിത്യ പുരസ്കാരമാണ് അത് ലഭിച്ചിരിക്കുന്നത്. ഒരു വനിതയ്ക്കാണ്, സുഹൃത പോൾ കുമാർ. സുഹൃത പോൾ കുമാർ. അതുപോലെ അന്റാർട്ടിക്കയിലെ ഇന്ത്യയിലെ പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി 2. അന്റാർട്ടിക്കയിലാണ് ഗവേഷണ കേന്ദ്രം വരുന്നത്, ഇന്ത്യയുടേത് മൈത്രി 2. ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സായുധ പോലീസ് സേന, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഏതൊക്കെയാണ്? CRPF, CISF, ITBP. CRPF എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. അതിന്റെ പുതിയ മേധാവിയായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ് അനീഷ് ദയാൽ. അനീഷ് ദയാൽ. എന്നാൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഞാൻ PSC ചോദിക്കുന്നുണ്ടെങ്കിൽ അവര് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്നത് എന്താണ്? നീന സിംഗിനെ കുറിച്ച് ചോദിക്കത്തുള്ളൂ. കാരണം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ CISFന്റെ മേധാവിയായിട്ട് അതിന്റെ ചരിത്രത്തിൽ ഒരു വനിത ആദ്യമായിട്ട് വന്നിരിക്കുന്നു. അതാണ് അവിടെ പ്രധാനം. നീന സിംഗ്. നീന സിംഗ് ആണ് CISFന്റെ ആദ്യ വനിതാ അധ്യക്ഷ. ITBP എന്ന് പറഞ്ഞാൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാഹുൽ രസ്ഗോത്ര. ഇവരെല്ലാവരും തന്നെ IPS ഓഫീസർമാരാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സിന്റെ നോട്ട് ആപ്പിനുള്ളിൽ ലഭിക്കും. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തുകൊള്ളുക. അവിടെ നിന്നും നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ട് പൂർണ്ണമായും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം.